ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമായ ബീട്രൂട്ട് കൊണ്ടുള്ള പച്ചടിയാണ് ചെയ്യുന്നത്. തേങ്ങ ചേർത്തിട്ടാണ് നമ്മൾ ഈ പച്ചടി അധികവും കണ്ടിട്ടുള്ളത്. എന്നാൽ തേങ്ങ ചേർക്കാതെ തന്നെ അതേ ടേസ്റ്റിൽ നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കിയെടുക്കാം. ഇതധികം എരിവിലൊന്നും നമ്മൾ ചെയ്യാത്തതുകൊണ്ട് കുട്ടികൾക്കും തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ സൈസിൽ തന്നെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ ബീട്രൂട്ട് വാങ്ങുന്ന സമയത്ത് അത് നല്ലതാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊലി ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ നല്ല റെഡ് കളറായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ 4 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. സാധാരണയായിട്ട് ഈ പച്ചടിക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ നോക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, അത് നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 3ഉം നമ്മൾ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇതേപോലെ വളരെ ചെറിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് കടിക്കാനുള്ള പാകത്തിലാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും അതേപോലെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്നു വരും. അധികം നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഉള്ളിയുടെയൊക്കെ ഒന്ന് പച്ചച്ചുവ മാറുന്നവരേക്ക് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിൽ വലിയ ഉള്ളിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടും ചേർക്കാവുന്നതാണ്. പക്ഷേ 2 ചേർക്കുമ്പോഴും എനിക്ക് ഒരേ ടേസ്റ്റ് പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഉള്ളിയൊക്കെ തന്നെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് വേവിച്ച് തീ ഓഫ് ചെയ്യാം. ഇത് ആ ബീട്രൂട്ടിൻ്റെ പച്ചച്ചുവ മാറുന്നവരേക്ക് മാത്രം ഒന്ന് വേവിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുമില്ല. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ബീട്രൂട്ടും ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനും അതുപോലെ ഇഞ്ചും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഇതിന് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.